എല്ലാവർക്കും നമസ്കാരം. പല കൂട്ടുകാർക്കും ഉള്ള ഒരു വലിയ ആഗ്രഹമാണ് ISROയിൽ ഒരു സയൻറ്റിസ്റ്റ് ആവുക എന്നത്. ഇന്നത്തെ വീഡിയോയിൽ നാം അതിനുള്ള 2 പ്രധാന വഴികളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ വഴി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിക്കുക എന്നുള്ളതാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിൽ തിരുവനന്തപുരത്തെ വലിയമലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ്. അവിടെ 3 കോഴ്സുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ ഉള്ളത്. ഒന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, രണ്ടാമത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മുമ്പ് അത് ഏവിയോണിക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത്തത് ഒരു ഡുവൽ ഡിഗ്രിയാണ്, BTechഉം MSCയും കൂടി ചേർന്ന ഡുവൽ ഡിഗ്രി. ഇതിൽ BTech 2 പ്രോഗ്രാമും 4 വർഷവും, ഡുവൽ ഡിഗ്രി മൊത്തം 5 വർഷത്തെ കോഴ്സുമാണ്. മൊത്തം 60-20 സീറ്റുകളാണ് ഉള്ളത്. പിന്നെ 6-2 സീറ്റുകൾ എക്കണോമിക്കലി വീക്കേർഡ് സെക്ഷന് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വെബ്സൈറ്റിൽ www.iist.ac.in എന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഫിസിക്സും മാത്സും +2 പഠിച്ച് JEE എക്സാം എഴുതിയാലാണ് IISTയിലേക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ 2019 2018 എത്ര JEE % മാർക്ക് വരെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. IISTയിൽ പഠിച്ചാൽ ഗുണം എന്ന് വെച്ചാൽ IISTയിൽ പാസ് ഔട്ട് ആയ ശേഷം ISROയിലേക്ക് ഡയറക്റ്റ് വേറെ ഇൻ്റർവ്യൂവോ ഒന്നും കൂടാതെ ഒരു നിശ്ചിത മാർക്ക് നേടുന്ന കുട്ടികളെ എല്ലാവരെയും ISRO ജോലിക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല IISTയിൽ പഠിക്കുമ്പോഴുള്ള ഫീസ് മുഴുവൻ സൗജന്യമാണ്. അതിനാൽ ISROയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ സാധാരണ എൻജിനീയറിംഗ് കോളേജുകൾ, IITകൾ ഇവയിലൊക്കെ പഠിക്കുന്നവർക്ക് ഉള്ളതാണ്. ISRO മിക്കവാറും എല്ലാ വർഷവും സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഏറ്റവും അവസാനം സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് ISRO നൽകിയ അഡ്വർടൈസ്മെൻ്റ് ആണ്. പ്രധാനമായും 3 ഏരിയയിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ഏരിയയിലാണ് കൂടുതലും വേക്കൻസികൾ കണ്ടുവരുന്നത്. വളരെ കുറച്ച് മറ്റ് ഏരിയാസായ കെമിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലത്തെ ഏരിയയിൽ വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പ്രധാനമായും ഉള്ള വേക്കൻസികൾ ഈ 3 എഞ്ചിനീയറിംഗ് ശാഖകളിലാണ് കാണപ്പെടുന്നത്. ഇത് ഗ്രൂപ്പ് A ഗസറ്റഡ് പോസ്റ്റാണ്. ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് 7ാം ശമ്പള കമ്മീഷൻ്റെ ലെവൽ 10 സാലറിയാണ് ലഭിക്കുക. ഏകദേശം മാസം 70,000 രൂപ ശമ്പളം കയ്യിൽ കിട്ടും. അതുകൂടാതെ TC എന്ന് പറഞ്ഞ് ടൂറ് പോകാനും ആശുപത്രി ചെലവുകൾ വഹിക്കുന്ന CHSS എന്ന് പറഞ്ഞ പ്രോഗ്രാംസുമൊക്കെ വേറെ ഉണ്ട്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ www.isro.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരം ലഭിക്കും. എല്ലാ കൂട്ടുകാരും നല്ലവണ്ണം തയ്യാറെടുത്ത് ISRO പരീക്ഷയ്ക്ക് ഒരുങ്ങി ISRO എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.